രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിർണായക ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരാതിപ്പെടാനാകില്ലെന്നാണ് സുപ്രീം കോടതിയുടെ അമ്പരപ്പിക്കുന്ന ഉത്തരവ്. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ വിചാരണ കോടതികൾ തിരിച്ചറിയുക തന്നെ വേണമെന്നും ബലാത്സംഗം തടയാനുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. ഛത്തീസ്ഗഡിലെ ഒരു അഭിഭാഷകനെതിരെ ഒരു വനിതാ അഭിഭാഷക നൽകിയ ബലാത്സംഗ പരാതിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് ശ്രദ്ധേയമാകുന്നത്. വിവാഹിതയായ സ്ത്രീ തന്നെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതിപ്പെട്ടാലും കേസ് നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഫുയാൻ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാന നിരീക്ഷണങ്ങൾ. വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സംഭവങ്ങളെയും വിവാഹ വാഗ്ദാനം ചെയ്തുള്ള പീഡനങ്ങളായി കണക്കാക്കാനാകില്ലെന്നാണ് സുപ്രീം കോടതിയുടെ വിശദീകരണം. പ്രതി ലൈംഗിക ബന്ധത്തിന് സമ്മതം നേടുക എന്ന ഉദ്ദേശത്തോടെ മാത്രം വിവാഹ വാഗ്ദാനം നൽകുകയും തുടക്കം മുതൽ വാഗ്ദാനം നിറവേറ്റാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് IPC സെക്ഷൻ 375 പ്രകാരമുള്ള കേസ് നിലനിൽക്കുകയെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ഈ കേസിലെ പരാതിക്കാരി വിവാഹിതയാണ്. അതിനാൽ തന്നെ പരാതിക്കെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് റദ്ദാക്കുന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ സുപ്രീം കോടതിയുടെ നിർണായക വഴിത്തിരിവ് വരുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസ് തന്നെയാണ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാനുള്ള വഴി രാഹുലിന് മുന്നിൽ തുറക്കുമോ എന്ന ചോദ്യങ്ങളും പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭ്രൂണഹത്യ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഉള്ളിടത്തോളം കാലം രാഹുൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നതാണ് വാസ്തവം. സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് കണ്ട് രാഹുലിനെ അനുകൂലിക്കുന്നവർ നിരാശരാവുകയേ ഉള്ളൂ എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കയ്യിലിരിപ്പ് ശരിയായില്ലെങ്കിൽ ഇത്തരം ഉത്തരവുകൾ പോലും രക്ഷിക്കില്ലെന്ന ബോധ്യം രാഹുലിന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഒരു നിയമസഭാ സാമാജികൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂര കൃത്യങ്ങളാണ് രാഹുൽ ചെയ്തിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഉയർന്ന പരാതികൾ സത്യമല്ല എന്ന് ഇപ്പോഴും വാദിക്കുകയാണ് രാഹുൽ. ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പോയിന്റുകൾ നിരത്തി രാഹുൽ വാദിക്കുന്നത് കേരളം മൊത്തം കണ്ടു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും താനൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിക്കാൻ എങ്ങനെയാണ് രാഹുലിന് കഴിയുന്നതെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം രാഹുലിനെതിരായ ബലാത്സംഗ കേസിലെ മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നയനാൻ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. നീതിപൂർവമായ നടപടിയാണ് അതിജീവിതയ്ക്ക് വേണ്ടതെങ്കിൽ പോലീസിന് പരാതി കൊടുത്താൽ പോരെയെന്നും തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകേണ്ടതുണ്ടോ എന്നും ഫെനി നയനാൻ ചോദിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് അതിജീവിത പരാതി കൊടുത്തത്. താൻ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ആരാണ് സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത്? മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മയാണ് പുറത്തുവിട്ടത്. അതിജീവിത മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകണം. തനിക്കെതിരായ വ്യാജ പ്രചരണത്തിൽ പത്തനംതിട്ട SP പരാതി നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ മാനനഷ്ട കേസും ഫയൽ ചെയ്യുമെന്നും ഫെനി നയനാൻ കൂട്ടിച്ചേർത്തു. എന്നാൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയൊക്കെ വാദിച്ചാലും നീതി എപ്പോഴും ബാധിക്കപ്പെട്ടവർക്കായിരിക്കും. സുപ്രീം കോടതിയുടെ ഈ നിർണായക ഉത്തരവ് കണ്ട് രാഹുൽ ആശ്വസിക്കേണ്ട എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഈ കുരുക്കിൽ നിന്ന് ഊരാൻ കഴിയില്ല എന്നതാണ് വാസ്തവം.